ഹലോ, വെൽക്കം ടു എ വർക്കിംഗ് ഡേ ഇൻ മൈ ലൈഫ്. ഇതാണ് എൻ്റെ ഓഫീസ്. നല്ല വ്യൂ ആണ് കേട്ടോ. ഇവിടുന്ന് പുഴയൊക്കെ ഉണ്ട് സൈഡിൽ. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ഓഫീസ് ഡേ കാണാം. ഞാൻ ഇൻഡോറിലാണ് വർക്ക് ചെയ്യുന്നത്. അരീക്കോടാണ്. നമ്മളെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഓഫീസാണ്. കുറേ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. 4 നിലയൊക്കെ ഉണ്ട്. ഞാൻ വിശദമായിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഇതാണ് എൻ്റെ ഡെസ്ക്. വളരെ സമാധാനപരമായ ഡെസ്ക്കാണ്. പ്രത്യേകിച്ചിട്ട് ശല്യങ്ങളൊന്നുമില്ല. ഡെസ്ക് നല്ല വൃത്തിയേടായിട്ടുള്ളത്. ഫസ്റ്റ് തന്നെ ഒരു എസ്തെറ്റിക്കലി ബ്യൂട്ടിഫുൾ ആക്കണം ആദ്യത്തെ പണി. വാവ്, ലുക്ക് അറ്റ് ദിസ്. ഈ ഫസ്റ്റ് പണി. ഇനി ലാപ്പൊക്കെ സെറ്റാക്കി, ചായ സെറ്റാക്കി, പിന്നെ ഇന്നലെ വൈകുന്നേരം എഴുതി വെച്ചിട്ടുള്ള ഇന്ന് രാവിലത്തെ അർജൻറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ഒന്ന് റെഫർ ചെയ്തു. മൊത്തത്തിലൊരു വർക്കിംഗ് മോഡൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതാണ് നമ്മളെ നോട്ട്ബുക്ക് കേട്ടോ. ഇൻ്റർവെല്ലിൻ്റെ കസ്റ്റമൈസ്ഡ് നോട്ട്ബുക്കാണ്. ഇൻ്റെ രസമല്ലേ കാണാൻ? ഓക്കെ, അപ്പോൾ ഓൾ സെറ്റ് ടു വർക്ക്. ഇതെന്തായാലും ഒറ്റക്കാലം നിൽക്കണമെന്നല്ലേ ആചാരമാണ്. അതായത് രാവിലെ തന്നെ നമ്മൾ മോർണിംഗ് മീറ്റ് എന്നൊരു പരിപാടി ഉണ്ട്. ടീം മെമ്പേഴ്സൊക്കെ തമ്മിലൊരു ബോണ്ടിങ്ങിന് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു കുഞ്ചിക്കളി പരിപാടിയാണ് ഈ മോർണിംഗ് മീറ്റ്. അപ്പം അതായിരുന്നു. നേരെ അവിടെ പോയി ആ പരിപാടിയൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. മീറ്റിങ്ങിൽ പെർഫോം ചെയ്ത ആൾക്കാരെയൊക്കെ മറ്റേ അവാർഡ് കൊടുക്കലും കൂപ്പൺസ് തരലും അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് പിന്നെ അരങ്ങേറിയത്. മീറ്റിങ്ങൊക്കെ കഴിഞ്ഞു കേട്ടോ. മീറ്റിങ്ങൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. മീറ്റിംഗ് കഴിഞ്ഞിട്ടുള്ള പരിപാടികളാണ് ഇതൊക്കെ. അപ്പം നമ്മളെ IM ടീം, അതായത് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ടീമിന് എന്തോ വലിയൊരു അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനു വേണ്ടി എല്ലാവരും എണീറ്റ് പോകണം വാങ്ങാൻ. ഞാനും IM ടീമിലുള്ളതായതുകൊണ്ട് ഞാൻ വേണ്ടിയിട്ട് സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഈ മാസം ജോയിൻ ചെയ്ത് ഞാൻ പണിയൊന്നും എടുത്തിട്ടില്ല. എനിക്ക് വെറുതെ അവാർഡ് മാത്രം. പിന്നെ അവാർഡ് മിസ്സാക്കാനുള്ള കാര്യം ഞാൻ വീട്ടിൽ പോയി. പിന്നെ വേറെ കുറേ ഇൻഡിവിജ്വൽ അവാർഡ്സും കാര്യങ്ങളൊക്കെ കൊടുത്തു. അവാർഡൊക്കെ വാങ്ങി ക്ഷീണിച്ചു. ഞങ്ങൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ താഴെയുള്ള ഷോപ്പിൽ പോയിട്ട് നല്ല പപ്സും ചായയും കുടിച്ചു. അങ്ങനെ വീണ്ടും ഡെസ്കിലേക്ക് കുറച്ച് നേരം എന്തൊക്കെയോ പണിയൊക്കെ എടുത്തു. അപ്പോഴേക്കും ചോറ് തിന്നാനായി. ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്, ഇവിടെ ഫ്രീ ഫുഡ് ഉണ്ടാവും. അതും ആപ്പ് ഉപ്പ് ഫുഡൊന്നും അല്ല കേട്ടോ. നല്ല സാമ്പാർ, മീൻ കറി, പപ്പടം, അച്ചാർ, 2 ഉപ്പേരിയൊക്കെ ആയിട്ട് അടിപൊളി ഫുഡാണ്. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ.